ഫ്രണ്ട്സ്, എല്ലാവർക്കും സിവിൽ അറ്റ് 7 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ സ്റ്റോൺ എന്ന് പറഞ്ഞ പോർഷൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ബ്രിക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റായിരുന്നു ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കാൻ പോണത് ടെസ്റ്റ് ഫോർ സ്റ്റോൺ ആണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരുന്നിരിക്കും. നമ്മൾ സ്റ്റോണിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇന്നലെ പറഞ്ഞത് അല്ലേ. നമുക്ക് ടെസ്റ്റ് നോക്കാം. ഏറ്റവും ആദ്യം വരുന്നത് ആസിഡ് ടെസ്റ്റാണ്. ആസിഡ് ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നത് സാൻഡ് സ്റ്റോണിലാണ്. രണ്ടാമത്തേത് അട്രീഷൻ ടെസ്റ്റ്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പം നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വരുന്ന പോയിൻറ്റ്സ് മാത്രം കേട്ടോ പറഞ്ഞു പോകുന്നത്. ഇൻ ഡെപ്ത് പറയുന്നില്ല. ഓരോന്നും ആസിഡ് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് അതൊന്നും നമുക്ക് PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആവശ്യമുള്ളതല്ല. അതുകൊണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് കുറേ ടോപ്പിക്സ് തീർക്കാനുണ്ടല്ലോ. ഉണ്ട് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം ഇങ്ങനെ പറഞ്ഞു പോകാം കേട്ടോ. അപ്പോൾ ആസിഡ് ടെസ്റ്റ് ഓർക്കുക, കാൽസ്യം കാർബണേറ്റ് പ്രസൻസ് കണ്ടുപിടിക്കാൻ സാൻഡ് സ്റ്റോണിൽ ജനറലായിട്ട് ചെയ്യുന്നു. അട്രീഷൻ ടെസ്റ്റ് നോക്കാം. എന്തിനാണ് ചെയ്യുന്നത്? റേറ്റ് ഓഫ് വിയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അട്രീഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. അത് റോഡ് കൺസ്ട്രക്ഷൻ്റെ സമയത്തൊക്കെ നമ്മൾ സ്റ്റോൺ യൂസ് ചെയ്യുമല്ലോ. ആ സമയത്ത് എത്രമാത്രം വിയേർഡ് ആവുന്നുണ്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അട്രീഷൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. 3% കൂടാൻ പാടില്ല കേട്ടോ. 3%-നെക്കാട്ടിലും കുറവായിരിക്കണം അട്രീഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്രഷിംഗ് ടെസ്റ്റ് നോക്കാം. ക്രഷിംഗ് ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ, സ്റ്റോണിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ. മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ഗുഡ് സ്റ്റോൺ എന്ന് പറയുന്നത് 100 Nm² ആയിരിക്കണം. മിനിമം അത്രയുമെങ്കിലും ക്രഷിംഗ് സ്ട്രെങ്ത് ഉള്ള സ്റ്റോണാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 3 ടെസ്റ്റ് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് വരുന്നത് ഇമ്പാക്റ്റ് ടെസ്റ്റാണ്. ഇമ്പാക്റ്റ് ടെസ്റ്റ് എന്തിനായിരിക്കും ചെയ്യുന്നത്? ടഫ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഈ പറയുന്ന ടെസ്റ്റുകളെല്ലാം നമ്മൾ കോളേജിൽ പഠിച്ച സമയത്ത് പഠിച്ച് പോയതാണ്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. എക്സാം വരുമ്പോഴത്തേനും എല്ലാം കൂടെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, എല്ലാം കൂടെ പഠിച്ചാൽ മൊത്തത്തിൽ മറന്നു പോവുള്ളൂ. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇമ്പാക്റ്റ് ടെസ്റ്റ് എന്താണ് ചെയ്യുന്നത്? ടഫ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റോണിൻ്റെ. അത് ചെയ്യുന്നത് സാധാരണ പേജ് ഇമ്പാക്റ്റ് മെഷീൻ വെച്ചിട്ടായിരിക്കും. ഇനി സ്മിത്ത് ടെസ്റ്റ് ചോദിച്ചിട്ടുള്ളതാണ്. സ്മിത്ത് ടെസ്റ്റ് ചെയ്യുന്നത് സോലിബിൾ മാറ്ററിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റോണിൽ സോലിബിൾ മാറ്ററിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ. നെക്സ്റ്റ് വരുന്നതാണ് വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ്. വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സ്റ്റോണിന് ബ്രിക്കിൻ്റെ അകത്ത് ചെയ്യുന്ന പോലെ തന്നെ 24 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം നമ്മൾ വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് നോക്കും. അതിൻ്റെ അകത്ത് എത്രമാത്രം വെള്ളം അത് എടുത്തിട്ടുണ്ടെന്നുള്ളത്. അത് മൊത്തം ഒരു 4 ഗ്ലാസ് വേണ്ടി വന്നു അല്ലേ, ടിമ്പറിൻ്റെ കാര്യം പറയാൻ തന്നെ. പിന്നെ ഇപ്പം നമ്മൾ സ്റ്റോണിൻ്റെ കാര്യം പറഞ്ഞു. സ്റ്റോൺ അധികമൊന്നും ഇല്ലായിരുന്നു. പറഞ്ഞ പോലെ 2 കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ക്ലാസിഫിക്കേഷൻ പിന്നെ ഏറ്റവും അവസാനം ഇപ്പം നമ്മൾ പറഞ്ഞ ടെസ്റ്റ്. ഓക്കെ, ടെസ്റ്റ്. ഈ 2 കാര്യങ്ങളെ സ്റ്റോണിൽ പ്രത്യേകിച്ച് പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രിക്കാണ്. ടിമ്പർ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബ്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബ്രിക്കിലേക്ക് പോയാലോ. നെക്സ്റ്റ് നമ്മൾ ബ്രിക്കിൻ്റെ കോമ്പോസിഷൻ മാത്രമേ ഇന്ന് പഠിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പ്രിപ്പറേഷൻ മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്സ് വരുന്നുണ്ട്. അത് കുറച്ചധികം സ്റ്റെപ്സ് വന്നിട്ട് ബ്രിക്കിൻ്റെ മാനുഫാക്ചറിങ് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കോമ്പോസിഷൻ നോക്കാം. കോമ്പോസിഷനിൽ ഏറ്റവും ആദ്യം വരുന്നത് അലൂമിന എന്ന് പറയുമ്പം അതിൻ്റെ ആ തോർത്ത് വെക്കേണ്ട കുറച്ച് കീ പോയിൻറ്റ്സ് ഉണ്ട്. ഏറ്റവും ആദ്യം അലൂമിന എന്ന് പറയുന്നതാണ് ചീഫ് കോൺസ്റ്റുവൻറ്റ് എന്നുള്ള കാര്യം ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെക്കുക. ബ്രിക്കിൻ്റെ കേസിൽ അലൂമിന ഈസ് ദ ചീഫ് കോൺസ്റ്റുവൻറ്റ്. ഓക്കെ, ചീഫ് കോൺസ്റ്റുവൻ്റ് ആണ് അലൂമിന. നെക്സ്റ്റ് അലൂമിനേൻ്റെ എത്ര പെർസെൻറ്റേജാണ് അലൂമിന ഉള്ളതെന്ന് നോക്കാം. 20 to 30% ആണ് ബ്രിക്കിൽ അലൂമിന ഉള്ളതെന്ന് നോക്കാം. അലൂമിന കൂടിക്കഴിഞ്ഞാൽ ബ്രിക്ക് ഷ്രിങ്ക് ചെയ്യും. പിന്നെ അത് ഷ്രിങ്കേജും റാപ്പിങ്ങും ഉണ്ടാവും ഡ്രൈയിങ്ങിൻ്റെ സമയത്ത്. ഓക്കെ, അപ്പം മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ടത് അലൂമിന ഇസ് എ ചീഫ് കോൺസ്റ്റുവൻറ്റ് ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 20 to 30%. ഓക്കെ,
നെക്സ്റ്റ് സിലിക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർസെൻറ്റേജ് 50 to 60% ആണ്. സിലിക്കയുടെ മെയിൻ ഫങ്ഷൻ പ്രിവെൻറ്റ്സ് ക്രാക്കിംഗ് ആൻഡ് വാർപ്പിംഗ് ഓഫ് റോ ബ്രിക്സ്. ഓക്കെ, സിലിക്കയുടെ മെയിൻ ഉദ്ദേശം അതാണ്. ഇറ്റ് ഇമ്പാർട്ട്സ് യൂണിഫോം ഷേപ്പ് ടു ബ്രിക്സ്. സിലിക്ക അപ്പം മെയിനായിട്ട് ആ ഒരു കോൺസ്റ്റൻറ്റ് എത്രയാണ് നോക്കുക. അപ്പം ഏറ്റവും കൂടുതൽ ബ്രിക്കിലുള്ളത് എന്താണ്? സിലിക്കയാണ്. അതേസമയം ചീഫ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു പോയത് അലൂമിനിയാണ്. സിലിക്ക എക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ബ്രിക്ക് ബ്രിട്ടിലാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ 2 കോൺസ്റ്റൻറ്റ് പറഞ്ഞു, ഏതാണ്? അലൂമിനിയം, സിലിക്കയും. അടുത്ത കോൺസ്റ്റൻറ്റ് നോക്കിയാലോ. നെക്സ്റ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ലൈമാണ് കേട്ടോ. ഓക്കെ, ലൈം നോക്കാം. ലൈം എന്ന് പറയുന്നത് 5%-നെക്കാട്ടിലും കൂടാൻ പാടില്ല. ബ്രിക്കിൻ്റെ അകത്ത് 5%-നെക്കാട്ടിലും ലൈം കൂടാൻ പാടില്ല. ഇനി അത് കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രിക്ക് മെൽറ്റ് ചെയ്ത് അത് ഷേപ്പ് ലൂസ് ആവാനുള്ള, അതിൻ്റെ ഷേപ്പ് പോകാനുള്ള ഷേപ്പ് ലോസ് ആവാനുള്ള ആ ഒരു സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് പെട്ടെന്ന് വായിക്കുമ്പോൾ ലൂസ് അങ്ങനെ ആയി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ലൈം എന്ന് പറയുന്നത് കൂടിപ്പോയി കഴിഞ്ഞാൽ ബ്രിക്ക് മെൽറ്റ് ആവാനും അതിൻ്റെ ഷേപ്പ് പോകാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഓക്സൈഡ് ഓഫ് അയൺ. ഓക്സൈഡ് ഓഫ് അയൺ 5 to 6% ആണ് വേണ്ടത്. 5 to 6% ആണ്. അത് സാൻഡിനെ ഫ്യൂസ് ചെയ്യിക്കാനായിട്ട്, അതായത് ബ്രിക്കിൻ്റെ അകത്തുള്ള സിലിക്ക ഉണ്ടല്ലോ അതിനെ ഫ്യൂസ് ചെയ്യിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഓക്സൈഡ് ഓഫ് അയൺ മെയിനായിട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇത് കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്രിക്കിൽ ഒരു ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ഒരു ബ്ലാക്കിഷ് കളർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഓക്സൈഡ് ഓഫ് അയൺ കൂടുതലാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് മഗ്നീഷ്യ നോക്കാം. മഗ്നീഷ്യയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മെയിനായിട്ട് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു യെല്ലോ ടിൻറ്റ് ബ്രിക്കിന് കൊടുക്കുന്നത് മഗ്നീഷ്യയാണ്. പിന്നെ ഈ ഓക്സൈഡ് ഓഫ് അയൺ ചോദിച്ചാൽ റെഡിഷ് കളർ കൊടുക്കുന്ന ഓക്സൈഡ് ഓഫ് അയൺ ആണ് കേട്ടോ ബ്രിക്കിൽ. ഓക്കെ, ദെൻ മഗ്നീഷ്യ എന്ന് പറഞ്ഞാൽ യെല്ലോ കളർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അത് എക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ബ്രിക്കിൽ ഡീകേ സംഭവിക്കും. അത് മാത്രമല്ല ഈ മഗ്നീഷ്യ ശ്രിങ്കേജ് കുറയ്ക്കാനും സഹായിക്കും ബ്രിക്കിൽ. അപ്പം ഇത്രയും കോൺസ്റ്റുവൻസ് ആണ് മെയിനായിട്ട് ബ്രിക്കിൽ വരുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ അലൂമിനയുടെ കാര്യം പറഞ്ഞു. ഓക്കെ, അലൂമിനയുടെ കാര്യം പറഞ്ഞു. അതിൻ്റെ അകത്ത് അലൂമിന ചീഫ് കോൺസ്റ്റുവൻ്റ് ആണെന്ന് പറഞ്ഞു. 20 to 30% ഉണ്ടെന്ന് പറഞ്ഞു. ഈ 2 കാര്യമാണ് അലൂമിനയുടെ കാര്യത്തിൽ ഓർത്ത് വെക്കേണ്ടത്. നെക്സ്റ്റ് സിലിക്കയുടെ കാര്യത്തിൽ ഓർത്ത് വെക്കേണ്ടതാണ് 50 to 60% എന്നുള്ള കാര്യം. പിന്നെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഓർക്കേണ്ട കാര്യമില്ല. യൂണിഫോം ഷേപ്പ് കൊടുക്കുന്നത് സിലിക്കയാണെന്ന് ഓർക്കുക. ശ്രിങ്കിങ്ങും വാർപ്പിങ്ങും കുറയ്ക്കുന്നതും സിലിക്കയാണെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി സിലിക്കയുടെ കാര്യത്തിൽ. നെക്സ്റ്റ് ലൈമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 5%-നെക്കാട്ടിലും കൂടരുത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്സൈഡ് ഓഫ് അയണിൻ്റെ കാര്യം പറഞ്ഞാൽ 5 to 6% സിലിക്ക ഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഓക്സൈഡ് ഓഫ് അയൺ ആണ് ബ്രിക്കിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ മഗ്നീഷ്യയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് മഗ്നീഷ്യ ഒരു യെല്ലോ ടിൻറ്റ് കൊടുക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഇത്രയും കാര്യങ്ങളാണ് കോൺസ്റ്റുവൻറ്റ് ഓഫ് ബ്രിക്കിൻ്റെ അകത്ത് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് ബ്രിക്സ് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം അല്ലേ. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചത് ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നോ നോക്കുക. അപ്പോൾ ഒരു പേപ്പറും പേനയും എടുത്ത് കൈ വെച്ചേക്കുക. ഒരു 10 ക്വസ്റ്റ്യൻ, ഒരു 10-15 ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ജസ്റ്റ് ടിമ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് പഠിച്ചിട്ടൊക്കെ വരിക. കാരണം ക്വസ്റ്റ്യൻ മാത്രം ഞാൻ പറയത്തുള്ളൂ, ചിലപ്പോൾ ഓപ്ഷൻസ് ഒന്നും പറയില്ല, ഡയറക്റ്റ് നിങ്ങൾ ആൻസർ എഴുതേണ്ടി വരും. അപ്പോൾ ഇതിൽ എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പഴയ വീഡിയോ കണ്ട് പഠിച്ചവർക്ക് ഓർമ്മ വരുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ തന്നെ ആയിരിക്കും കൂടുതലും, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോണിൻ്റെയും കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഞാനൊരു 10 ക്വസ്റ്റ്യൻസ് പറയാൻ പോവാണ്. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക കേട്ടോ. കഴിഞ്ഞ വീഡിയോസിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ മാത്രം പറഞ്ഞു പോവാം കേട്ടോ. The inner skin covering the cambium layer is known as. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. The inner skin covering the cambium layer is known as. cambium ലെയറിനെ കവർ ചെയ്യുന്ന ആ ഇന്നർ സ്കിന്നിനെ വിളിക്കുന്ന പേര് എന്താണ്?
ഓപ്ഷൻ വേണമെങ്കിൽ ഒന്ന് പറയാം. സാപ്പ് വുഡ്, ഓപ്ഷൻ എ. ഓപ്ഷൻ ബി ഔട്ടർ ബാർക്ക്, ഓപ്ഷൻ സി ഇന്നർ ബാർക്ക് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ ഇതിനോടകം ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The outer annual rings between hardwood and cambium layer is known as. The outer annual rings between hardwood and cambium layer is known as. Option A alburnum, option B cortex, option C medulla and option D inner bark. ഓപ്ഷൻ പറയേണ്ട ആവശ്യമില്ല, എങ്കിലും പറഞ്ഞു എന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ദ ഔട്ടർ ആനുവൽ റിങ്സ് ബിറ്റ്വീൻ ഹാർഡ്വുഡ് ആൻഡ് കേംബിയം ലെയർ ഇസ് നോൺ എസ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഔട്ടർ ആനുവൽ റിങ്സ് ഓഫ് ട്രീ വിച്ച് ട്രാൻസ്മിറ്റ് the sap from roots to branches. Okay, the outer annual rings of tree which transmit the sap from roots to branches. Option A hardwood, option B sapwood, option C cambium layer and option D medulla. Option A hardwood, option B sapwood, ഓപ്ഷൻ സി കേംബിയം ലെയർ, ഓപ്ഷൻ ഡി മെഡുല. ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പേപ്പറിൽ മാർക്ക് ചെയ്യുക. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പറഞ്ഞതിന് ശേഷം എൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ ഡിഫക്റ്റ് ഇൻഡിക്കേറ്റഡ് ബൈ കർവേച്ചർ ഫോംഡ് ഇൻ എ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ ഇസ്. The defect indicated by curvature formed in a longitudinal direction is. Option A cup, option B spring, option C twist and option D bow. Okay, ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ദ ഏജ് ഓഫ് ട്രീ ക്യാൻ ബി പ്രഡിക്റ്റഡ് ബൈ. ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഏജ് ഓഫ് ട്രീസ് ക്യാൻ ബി പ്രഡിക്റ്റഡ് ബൈ. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ കൗണ്ടിങ് നമ്പർ ഓഫ് ആനുവൽ റിങ്സ്, ഓപ്ഷൻ ബി ലെങ്ത് ഓഫ് മെറ്റലറി റേസ്, ഓപ്ഷൻ സി ബൈ മെഷറിംഗ് ദ ഡയമീറ്റർ ഓഫ് പെത്ത് ആൻഡ് ഓപ്ഷൻ ഡി ബൈ ദ തിക്നെസ് ഓഫ് ബാർക്ക്. ഇതിൽ നിന്ന് ഏത് വഴിയാണ് നമുക്ക് ഒരു ട്രീയുടെ ഏജ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഓപ്ഷൻ മാർക്ക് ചെയ്യുക. ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, വിച്ച് ഓഫ് ദ ബിലോ ഇസ് എ പ്രോപ്പർട്ടി ഓഫ് സോഫ്റ്റ് വുഡ്. ഓപ്ഷൻ എ മെഡുലറി, അതായത് താഴെ പറഞ്ഞേക്കുന്നതിൽ ഏതാണ് സോഫ്റ്റ് വുഡ് ഏതാണെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ സോഫ്റ്റ് വുഡിൻ്റെ പെക്യുലാരിറ്റി ആയിട്ട് വരുന്നത് ഏതാണെന്ന്. അപ്പം ഓപ്ഷൻ എ നോക്കാം. ഓപ്ഷൻ എ മെഡുലറി റേസ് ആർ ലെസ് ഡിസ്റ്റിങ്ക്റ്റ്, ഓപ്ഷൻ ബി ആനുവൽ റിങ്സ് ആർ ലെസ് ഡിസ്റ്റിങ്ക്റ്റ്, ഓപ്ഷൻ സി ഡാർക്ക് ഇൻ കളർ ആൻഡ് ഓപ്ഷൻ ഡി ക്ലോസ് ഗ്രെയിൻഡ് സ്ട്രക്ചർ. ഓപ്ഷൻ എ മെഡുലറി റേസ് ലെസ് ഡിസ്റ്റിങ്ക്റ്റ് ആയതാണോ, ഓപ്ഷൻ ബി ആനുവൽ റിങ്സ് ലെസ് ഡിസ്റ്റിങ്ക്റ്റ് ആവുന്നതാണോ, ഓപ്ഷൻ സി ഡാർക്ക് ഇൻ കളർ ആവുന്നതാണോ, അതോ ഓപ്ഷൻ ഡി ക്ലോസ് ഗ്രെയിൻഡ് സ്ട്രക്ചർ ആവുന്നതാണോ എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡയഗണൽ ഗ്രെയിൻ ഇസ് എ ഡിഫക്റ്റ് ഫോംഡ് ഡ്യൂ ടു ഇംപ്രോപ്പർ. ഓപ്ഷൻ എ ഫെല്ലിംഗ്, ഓപ്ഷൻ ബി സീസണിങ്, ഓപ്ഷൻ സി സോയിങ് ആൻഡ് ഓപ്ഷൻ ഡി ഹാൻഡ്ലിങ്. ഇതിലേത് കാരണമാണ് ഡയഗണൽ ഗ്രെയിൻസ് ഉണ്ടാകുന്നതെന്നാണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൽ ആൻസർ എഴുതാൻ പറ്റും. ഇനിയും വേണമെങ്കിൽ ഒരു 1-2 ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. The crack which partly or completely separate the fiber of wood, this defect is known as. ഞാൻ ഓപ്ഷൻ പറയുന്നില്ല കേട്ടോ, അപ്പം നിങ്ങൾ പറയാം. The crack which partly or completely separate the fiber of wood, which this defect is known as.
ഓപ്ഷൻ എ ഷെയ്ക്ക്, ഓപ്ഷൻ ബി റിൻഗാൾ, ഓപ്ഷൻ സി ബേൾ ആൻഡ് ഓപ്ഷൻ ഡി നോട്ട്. ഇതിൽ ഏത് ഡിഫക്റ്റിലാണ് വുഡിൻ്റെ ഫൈബറിനെ പാർഷ്യലി അഥവാ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നെക്സ്റ്റ്, എ തിൻ ഷീറ്റ് ഓഫ് വുഡ് സ്ലൈസ്ഡ് ഫ്രം എ ലോഗ് ഇസ് കോൾഡ്. ഓപ്ഷൻ എ പാർട്ടിക്കിൾ ബോർഡ്, ഓപ്ഷൻ ബി പ്ലേവുഡ്, ഓപ്ഷൻ സി വെനീർ, ഓപ്ഷൻ ഡി ഫൈബർ ബോർഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എ തിൻ ഷീറ്റ് ഓഫ് വുഡ് സ്ലൈസ്ഡ് ഫ്രം എ ലോഗ് ഇസ് കോൾഡ്. ഓപ്ഷൻസ് എല്ലാം പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടിയ ആൻസേഴ്സൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ദ ഇന്നർ സ്കിൻ കവറിങ് ദ കേംബിയം ലെയർ ഇസ് നോൺ എസ്. അല്ലേ, കേംബിയം ലെയറിനെ കവർ ചെയ്യുന്ന ആ ഇന്നർ സ്കിന്നിൻ്റെ പേരെന്താണെന്ന്. എവിടെയായിരുന്നു നമ്മൾ പഠിച്ചത്? മാക്രോ സ്ട്രക്ചർ പഠിച്ചതായിരുന്നു. ഓക്കെ, ഒന്ന് എടുക്കട്ടെ, മാക്രോ സ്ട്രക്ചർ. ഓക്കെ, ടിമ്പറിൻ്റെ ക്വസ്റ്റ്യൻസ് ഇന്നത്തോടെ ഞാൻ തീർക്കാണ് കേട്ടോ. ഇനി ഏറ്റവും അവസാനം നമുക്ക് ഫുൾ സബ്ജക്റ്റ് റിവൈസ് ചെയ്യുന്ന ടൈമിൽ പറയാം. ബാക്കി വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് പറയാം, അല്ലെങ്കിൽ ഓക്കെ. നോക്കുക, മാക്രോ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. എന്താ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ? ദ ഇന്നർ സ്കിൻ കവറിങ് ദ കേംബിയം ലെയർ. കേംബിയം ലെയർ ഏതായിരിക്കും വരിക? ഇതാണ്ട് ഈ ഒരു കേംബിയം ലെയറിനെ കവർ ചെയ്യുന്ന ആ ഒരു ഇന്നർ സ്കിന്നിനെ എന്തായിരുന്നു വിളിച്ചിരുന്നത്? ഓപ്ഷൻ എ സാപ്പ് വുഡ്, ഓപ്ഷൻ ബി ഔട്ടർ ബാർക്ക്, ഓപ്ഷൻ സി ഇന്നർ ബാർക്ക് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇത് സാപ്പ് വുഡ് ആണോ? സാപ്പ് വുഡ് എവിടെ വന്നേക്കുന്നത്? സാപ്പ് വുഡ് വന്നേക്കുന്നത് ദാണ്ട് ഈ ഒരു പാർട്ടിലാണല്ലേ സാപ്പ് വുഡ്. അപ്പം സാപ്പ് വുഡ് അല്ല. പിന്നെന്താ? ഔട്ടർ ബാർക്ക്. ഔട്ടർ ബാർക്ക് എവിടെയാണത്? ഈ ഒരു ഭാഗത്താണ് ഔട്ടർ ബാർക്ക്. ഔട്ടർ ബാറിൻ്റെ തൊട്ടകത്തായിട്ട് ഏത് ഭാഗമുണ്ട്? ഇന്നർ ബാർക്ക് ഉണ്ട്. ഓക്കെ, ഇന്നർ ബാർക്ക് ഉണ്ട്. അപ്പോൾ കേംബിയം ലെയറിനെ കവർ ചെയ്യുന്ന എന്തായിരിക്കും? ഇന്നർ ബാർക്ക് ആയിരിക്കും. ഓക്കെ, ഇന്നർ ബാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഔട്ടർ ആനുവൽ റിങ്സ് ബിറ്റ്വീൻ ഹേർഡ്വുഡ് ആൻഡ് കേംബിയം ലെയർ. ഹേർഡ്വുഡിൻ്റെയും കേംബിയം ലെയറിൻ്റെയും ഇടയ്ക്കുള്ള ഔട്ടർ ആനുവൽ റിങ്ങിനെ വിളിക്കുന്ന പേര് എന്താണ്? ഓപ്ഷൻ, അപ്പോൾ ഹേർഡ്വുഡ് ഏതായിരുന്നു? ഹേർഡ്വുഡ് ഈ പിത്തിന് ചുറ്റുമുള്ളത് ഹേർഡ്വുഡ്. ഹേർഡ്വുഡ്, കേംബിയം ലെയർ നമ്മളിപ്പോൾ പറഞ്ഞു, കേംബിയം ലെയറിൻ്റെയും ഇടയ്ക്കുള്ള ആനുവൽ റിങ്സിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? സാപ്പ് വുഡ്. അപ്പോൾ ഓപ്ഷനിലുണ്ടായിരുന്ന ഓപ്ഷൻ ഞാൻ പറഞ്ഞോന്ന് ഓർക്കുന്നില്ല. ഈ ക്വസ്റ്റിൻ്റെ ഓപ്ഷൻസ്: ഓപ്ഷൻ എ അൽബോണം, ഓപ്ഷൻ ബി കോർട്ടെക്സ്, ഓപ്ഷൻ സി മെഡുല ആൻഡ് ഓപ്ഷൻ ഡി ഇന്നർ ബാർക്ക്. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ആൻസർ വരിക അൽബോണമാണ്. കാരണം സാപ്പ് വുഡിന് മറ്റൊരു പേര് എന്താണ്? സാപ്പ് വുഡിൻ്റെ മറ്റൊരു പേര് അൽബോണം എന്നാണ്. ഓക്കെ, അൽബോണം. അപ്പം ഇവിടെ ഓപ്ഷൻ വരുന്ന ആൻസർ വരേണ്ട എന്താണ്? അൽബോണം അഥവാ സാപ്പ് വുഡാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ ഔട്ടർ ആനുവൽ റിങ്സ് ഓഫ് ട്രീ വിച്ച് ട്രാൻസ്മിറ്റ് ദ സാപ്പ് ഫ്രം റൂട്ട്സ് ടു ബ്രാഞ്ചസ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ റൂട്ടിൽ നിന്നും ബ്രാഞ്ചസിലേക്ക് സാപ്പ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേറെ ഒന്നുമില്ല, സാപ്പ് വുഡാണ് കേട്ടോ. അത് ആൻസർ വരിക സാപ്പ് വുഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഔട്ടർ സ്കിൻ ഓർ കവർ ഓഫ് ദ ട്രീ ഇസ് നോൺ ആസ്. ആൻഡ് ഓപ്ഷൻ എ കോർട്ടെക്സ്, ഓപ്ഷൻ ബി ഔട്ടർ ബാർക്ക്, ഓപ്ഷൻ സി സാപ്പ് വുഡ്, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ ഔട്ടർ ബാർക്കും കോർട്ടെക്സുമാണ് ട്രീയുടെ ഔട്ടർ സ്കിന്നിനെ കവർ, ട്രീയുടെ ഏറ്റവും പുറമെ ആ ഒരു ഔട്ടർ സ്കിൻ അഥവാ കവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ആൻസർ വരുന്ന ബോത്ത് എ ആൻഡ് ബി ആണ്. കാരണം കോർട്ടെക്സും കറക്റ്റ് ആൻസറാണ്, അതേപോലെ ഔട്ടർ ബാർക്കും കറക്റ്റ് ആൻസറാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരിക ബോത്ത് എ ആൻഡ് ബി ആണ് കേട്ടോ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിഫക്റ്റ് ഇൻഡിക്കേറ്റഡ് ബൈ കർവേച്ചർ ഫോംഡ് ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ ആയിരുന്നു. അപ്പോൾ എലോങ് ദ ലെങ്ത് ഫോം ചെയ്യുന്ന ആ ഒരു കർവേച്ചർ, ആ ഒരു ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? ലോങ് ദ ലെങ്ത് ഫോം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ ആൻസർ ബോയാണ്. ഓക്കെ, ബോ. ഇങ്ങനെ ലോങ് ദ ലെങ്ത് ഡിഫക്റ്റ് കർവേച്ചർ ഫോം ചെയ്ത അതിൻ്റെ ആൻസർ ബോയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പിന്നെ മറ്റ് ഡിഫക്ട്സ് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു പോവാം. ബോ, കപ്പ്, പിന്നെ കേസ് ഹാർഡനിങ്, പിന്നെ ചെക്ക്, സ്പ്ലിറ്റ്,
പിന്നെ അത് കൂടാതെ കൊളാപ്സ്, ഹണി കോമ്പിങ്, ട്വിസ്റ്റ്, വാർപ്പ്, റേഡിയൽ ഷേക്ക് ഇതെല്ലാം പഴയ വീഡിയോസ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ ഡിഫക്റ്റ് എല്ലാം ഒന്നുകൂടെ ഓർമ്മ വരും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ, ദ ഡിഫക്റ്റ് ഇൻഡിക്കേറ്റഡ് ബൈ കർവേച്ചർ ഫോംഡ് ഇൻ എ ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷൻ കപ്പാണ്, ബോയ് ആണ്. അതേസമയം ഇൻ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ ആയിരുന്നെങ്കിൽ അത് കപ്പായിരിക്കും. ഇൻ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ കപ്പ്, ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷൻ ആണെങ്കിൽ ബോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഏജ് ഓഫ് ട്രീ ക്യാൻ ബി പ്രഡിക്റ്റഡ് ബൈ. ഓക്കെ, ഏജ് പ്രഡിക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. അത് നമ്മുടെ ആനുവൽ റിങ്സിൻ്റെ നമ്പർ കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഏജ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ബിലോ ഇസ് എ പ്രോപ്പർട്ടി ഓഫ് സോഫ്റ്റ് വുഡ്? ഓപ്ഷൻ എ, മെഡലറി റേസ് ആർ ലെസ് ഡിസ്റ്റിങ്ക്റ്റ്. ഓപ്ഷൻ ബി, ആനുവൽ റിങ്സ് ആർ ലെസ് ഡിസ്റ്റിങ്ക്റ്റ്. ഓപ്ഷൻ സി, ഡാർക്ക് ഇൻ കളർ. ഓപ്ഷൻ ഡി, ക്ലോസ് ഗ്രെയിൻഡ്. അതിനകത്ത് സിയും ഡിയും അല്ല എന്ന് നമുക്കറിയാം. ആ മെഡലറി റേസിൻ്റെയും ആനുവൽ റിങ്സിൻ്റെയും കാര്യത്തിലായിരുന്നു കൺഫ്യൂഷൻ വന്നത്. അപ്പോൾ സോഫ്റ്റ് വുഡിൻ്റെ പ്രോപ്പർട്ടിയാണ് ക്വസ്റ്റനിൽ ചോദിച്ചേക്കുന്നത്. സോഫ്റ്റ് വുഡ് ഏതായിരുന്നു? സോഫ്റ്റ് വുഡ് എന്ന് പറയുന്നത് കോണിഫറസ് ട്രീസിനെയാണ് സോഫ്റ്റ് വുഡ് എന്നും, ഡെസിഡിയസ് ട്രീസിനെയാണ് ഹാർഡ് വുഡ് എന്നും പറയുന്നത് അല്ലേ. ഇനി ആനുവൽ റിങ്സിൻ്റെ കേസിൽ കോണിഫറസ് ട്രീസിൽ അഥവാ സോഫ്റ്റ് വുഡ് ഉള്ളതിന് ആനുവൽ റിങ്സ് എന്തായിരുന്നു? ഡിസ്റ്റിങ്ക്റ്റ് ആയിരുന്നു അല്ലേ, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ ഈ ആനുവൽ റിങ്സിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും മെഡലറി റേസ് വരുന്നത്. അപ്പോൾ മെഡലറി റേസ് എന്ന് പറയുന്നത് ഇതിൻ്റെ കേസിൽ ലെസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. ഓക്കെ, അതേസമയം ഡെസിഡിയസ് ട്രീസിൻ്റെ അകത്ത് ഡസ് നോട്ട് ഷോ ഡിസ്റ്റിങ്ക്റ്റ് ആനുലർ റിങ്സ്. ഡെസിഡിയസ് ട്രീസിൻ്റെ കേസിൽ നേരെ ഓപ്പോസിറ്റ് വരും. ആനുലർ റിങ്സ് ലെസ് ഡിസ്റ്റിങ്ക്റ്റും മെഡലറി റേസ് എന്തായിരിക്കും? ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടും വരും. ഓക്കെ, അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ എന്തായിരുന്നു നമ്മുടെ? വിച്ച് ഓഫ് ദ ബിലോ ഇസ് എ പ്രോപ്പർട്ടി ഓഫ് സോഫ്റ്റ് വുഡ്? സോഫ്റ്റ് വുഡിൻ്റെ കേസിൽ ഓപ്ഷൻ എ നോക്കിയാൽ മെഡലറി റേസ് ആർ ലെസ് ഡിസ്റ്റിങ്ക്റ്റ്, കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ തന്നെയാണ് വരുന്നത്, മെഡലറി റേസ് ആർ ലെസ് ഡിസ്റ്റിങ്ക്റ്റ്. ഓപ്ഷൻ ബി, ആനുലർ റിങ്സ് ആർ ലെസ് ഡിസ്റ്റിങ്ക്റ്റ് അല്ല, അത് ഡെസിഡിയസ് ട്രീസിലാണ് ആനുവൽ റിങ്സ് ലെസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പം അഥവാ ഹാർഡ് വുഡിൻ്റെ അപ്പോൾ സോഫ്റ്റ് വുഡിൻ്റെ കേസിൽ ഇതാണ് ഓപ്ഷൻ എ ആണ് വരിക, മെഡലറി റേസ് ആർ ലെസ് ഡിസ്റ്റിങ്ക്റ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഡയഗണൽ ഗ്രെയിൻ ഇസ് എ ഡിഫക്റ്റ് ഫോം ഡ്യൂ ടു ഇംപ്രോപ്പർ. ഡയഗണൽ ഗ്രെയിൻ എന്തുകൊണ്ടാണ് ഫോം ചെയ്യുക? ഇംപ്രോപ്പർ സോയിങ് കാരണം. ഓപ്ഷൻസ് ഫെല്ലിംഗ്, സീസണിങ്, സോയിങ്, ഹാൻഡ്ലിങ് ഇതൊക്കെയായിരുന്നു. അപ്പോൾ ആൻസർ വരിക സോയിങ് എന്നാണ് കേട്ടോ. ഇംപ്രോപ്പർ സോയിങ് കാരണമാണ് ഡയഗണൽ ഗ്രെയിൻസ് ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ദ ക്രാക്ക് വിച്ച് പാർട്ട്ലി ഓർ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ദ ഫൈബേഴ്സ് ഓഫ് വുഡ് ഇസ് നോൺ ആസ്. അതിൻ്റെ ആൻസർ വരിക ഷേക്സ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കാം. ഷേക്സിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് എന്താണ്? ദ ക്രാക്സ് വിച്ച് പാർട്ട്ലി ഓർ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ദ ഫൈബേഴ്സ് ഓഫ് വുഡ്. അതിനെ എന്താ വിളിക്കുക? ഷേക്സ് എന്നാണ് വിളിക്കുക. ഇതിൻ്റെ അകത്ത് ക്വസ്റ്റിൻ്റെ അകത്ത് ഓപ്ഷൻ ഉണ്ടായിരുന്ന ഷേക്സ്, റിൻഗാൾ, ബേൾ, നോട്ട് ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഷേക്കാണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ തിൻ ഷീറ്റ് ഓഫ് വുഡ് സ്ലൈസ്ഡ് ഫ്രം എ ലോഗ് ഇസ് കോൾഡ്. തിൻ ഷീറ്റ് എന്ന് വരുമ്പോഴേ നമുക്ക് ആൻസർ പറയാൻ പറ്റും എന്താണ്? വെനീറ്റ്സ്. കാരണം അതിൻ്റെ തിക്നെസ് 0.4 to 6 mm ആണ്. തിൻ ഷീറ്റ് എന്ന് പറയുന്ന ആ കീവേഡ് വരുന്നത് വെനീറ്റ്സിനാണ്. ഓക്കെ, ഉത്തരം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയാണല്ലേ നമ്മൾ പഠിച്ചത്. പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നു. ദ ഡിഫക്റ്റ് കോസ് ഡ്യൂ ടു ഓവർ മെച്യൂരിറ്റി ആൻഡ് അൺവെന്റിലേറ്റഡ് സ്റ്റോറേജ് ഓഫ് വുഡ് ഡ്യൂറിങ് ഇറ്റ്സ് ട്രാൻസിറ്റ് ഇസ് കോൾഡ്. എന്താണ് ആൻസർ വരിക? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ഫോക്സിനസ് അല്ലേ. ഫോക്സിനസിൻ്റെ ഡ്രോക്സിനസ് എന്തായിരുന്നു? വൈറ്റ് പൗഡർ പോലെ, വൈറ്റ് പൗഡേർഡ് അതുപോലെ വുഡിൻ്റെ മുകളിൽ കാണുന്നതിന് ഡ്രോക്സിനസ് എന്നും, ഫോക്സിനസ് അൺവെന്റിലേറ്റഡ് സ്റ്റോറേജ് കാരണം ഉണ്ടാകുന്നതാണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഞാൻ സ്റ്റോണിൻ്റെയും കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോവും. അതുകൊണ്ട് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അടുത്ത ക്ലാസ്സിൽ സ്റ്റോൺസിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുന്നില്ല, ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
മാക്സിമം വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.